മെറ്റയും വാട്സാപ്പിനും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു സുപ്രീം കോടതി. ഇതിന്റെ പശ്ചാത്തലം അറിയണ്ടേ? 2021 വാട്സപ്പിൽ പ്രൈവസി പോളിസി റിലേറ്റഡ് ആയിട്ട് ഒരു നിയമ പോരാട്ടം നടന്നിരുന്നു. 2021 ജനുവരിയിൽ വാട്സപ്പ് സേവന നിബന്ധനകളും സ്വകാര്യത നയവും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അപ്ഡേറ്റ് ചെയ്താൽ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെറ്റ പറയുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു, ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സപ്പിന്റെ ഡാറ്റാസ് ഉപയോക്താക്കൾക്ക് വാട്സപ്പിന്റെ ഡാറ്റാസ് മെറ്റയുടെ മറ്റ് പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഷെയർ ചെയ്യപ്പെടും എന്നതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു വേർഷൻ. അത്തരത്തിൽ ചെയ്യണ്ട എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് മെറ്റ തന്നിട്ടില്ല. കമ്പൽസറി ആയിട്ട് ചെയ്യും എന്നാണ് മെറ്റ പറഞ്ഞിരിക്കുന്നത്. വേറെ ഒരു ഓപ്ഷൻ പോലും തരാതെ ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ് എന്ന നയമാണ് മെറ്റ ആ സമയത്ത് എടുത്തിരുന്നത്. 2016 സ്വകാര്യത നയത്തിന് ഉപയോക്താക്കൾക്ക് ഫേസ്ബുക്കിൽ അവരുടെ ഡാറ്റാസ് ഷെയർ ചെയ്യേണ്ട എന്നതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. 2021 ആയപ്പോൾ ആ ഓപ്ഷൻ പോലും ഉണ്ടായിരുന്നില്ല. അത് കമ്പൽസറി നമുക്ക് ഓപ്ഷൻ തന്നിട്ടില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. ഈ പുതിയ നയം ഉപഭോക്താക്കളുടെ തെരഞ്ഞെടുപ്പിന്റെ അവകാശത്തെ വരെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്വമേധയാ ഇവർക്കെതിരെ കേസ് എടുത്തിരുന്നു. 2024 നവംബറിൽ 213.14 കോടി രൂപ പിഴ ചുമത്തുകയും ഉപഭോക്താക്കളുടെ ഡാറ്റ എടുക്കുന്നതിന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ മെറ്റയും വാട്സപ്പും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് എതിരെ നാഷണൽ കമ്പനി ലോ അപ്പാലേറ്റ് ട്രിബ്യൂണലിനെ സമീപിക്കുകയുണ്ടായി. അവർ 2025 പിഴ ശരിയാണെന്ന് പറഞ്ഞെങ്കിലും 5 വർഷത്തേക്കുള്ള ആ CCIന്റെ നിർദ്ദേശം തടഞ്ഞു വെച്ചു. മെറ്റയ്ക്കും വാട്സപ്പിനും പ്രതീക്ഷിച്ചത്ര അനുകൂലം അവിടെയും കിട്ടാത്തതുകൊണ്ട് NCLATന്റെ ഈ ഒരു ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ ഇവർ മൂവ് ചെയ്യാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതിന്റെ റിപ്ലൈ ഭയങ്കര ബ്ലാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. സുപ്രീം കോടതിയാണ് മെറ്റനോട് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞത്. അതിനുള്ള സാഹചര്യം, ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ വാണിജ്യ താല്പര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല, ഡാറ്റ പങ്കുവെക്കുന്നത് നിർത്തിവെക്കണമെന്ന് ഉറപ്പ് നൽകണം, രാജ്യത്തെ പൗരന്മാരുടെ സ്വകാര്യത മൗലിക അവകാശമാണ്, അത് ലംഘിച്ചാൽ ആരെയും വെറുതെ വിടില്ല. ഇതിന്റെ ഒപ്പമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇതും കൂടി പറഞ്ഞത്, ഇതൊന്നും നിങ്ങൾക്ക് ബാധകമല്ലെങ്കിൽ, ഇന്ത്യയിലെ ഭരണഘടന പ്രകാരം നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ ഇന്ത്യ വിട്ട് പോണം മിസ്റ്റർ എന്നായിരുന്നു മറുപടി. ശരിയല്ലേ? വാട്സപ്പ് യൂസ് ചെയ്യുന്നത് ബേസിക് നീഡ്സും ഉള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ നമ്മുടെ ഡാറ്റാസ് സേഫ് ആൻഡ് സുരക്ഷ അല്ല എന്ന് പറയുമ്പോൾ വേറെ ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് പോവുക? അപ്പോൾ ഈ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നില്ലെങ്കിൽ മെറ്റ ഇന്ത്യ വിട്ടു പോകണം. ഇന്ത്യ വിട്ടു പോയി കഴിഞ്ഞാൽ വാട്സപ്പ് ഓട്ടോമാറ്റിക്കലി ഡൗൺ ആകും. അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാസ് ഒന്നും യൂസ് ചെയ്യാത്ത രീതിയിൽ വേണം ഉണ്ടാവുക. സ്റ്റിൽ ഒന്നും ചോർന്നു പോയിട്ടില്ല, ഇനി പോവരുതും എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം.